എൻജിൻ പിടിച്ചു പോയി, എൻജിൻ കംപ്ലൈൻ്റ് ആയി, നല്ല വെള്ളപ്പുക, അങ്ങനെയുള്ള പല കംപ്ലൈൻസുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ കാരണക്കാരൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവനുണ്ടാ. ഇവൻ്റെ പേരാ പിസ്റ്റൺ. അപ്പോൾ ഇവന് വയ്യാതാകുമ്പോഴോ ഇവന് അസുഖം വരുമ്പോഴൊക്കെയാണ് മെയിനായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരണേട്ടാ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ എൻജിൻ പിടിച്ചു പോകണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത് ഒരു സിലിണ്ടറിനകത്തുണ്ടാകും. അതായത് സിലിണ്ടർ ബോറിനകത്ത് സിലിണ്ടർക്ക് ആകൃതിയിലുള്ളൊരു ബോറിനകത്താണ് ഈ സാധനം വർക്ക് ചെയ്യണം, മേളിട്ടും താഴോട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ചോരയും നീരൊക്കെ ഉള്ള പോലെ തന്നെ ഇവർക്ക് ഓയിലും കൂളൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓയിലും കൂളൻ്റൊക്കെ കുറവുണ്ട്, അല്ലെങ്കിൽ ഓയിലോ കൂളൻ്റോ ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ വികസിക്കും, ഹീറ്റാകുമ്പോൾ വികസിക്കും. അങ്ങനെ വികസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് വർക്ക് ചെയ്യാതെ കയറി സ്റ്റക്കായിട്ട് അങ്ങ് നിൽക്കും കേട്ടോ. അതായത് മെറ്റൽ വികസിച്ചിട്ട് ഈ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും, പിന്നെ വർക്ക് ചെയ്യില്ല സാധനം. അല്ലെങ്കിൽ അതുപോലെ ലൂബ്രിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മേളിട്ട് താഴോട്ടും ഫ്രീ ആയിട്ട് പോവില്ല. ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മേളിട്ട് താഴോട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോവില്ല, അവിടെ അങ്ങനെ പിടിച്ച് ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ. അപ്പോൾ അതിനാണ് എഞ്ചിൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റ് സ്മോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വൈറ്റ് സ്മോക്ക് ഒക്കെ വരുന്ന കാലമുണ്ട്. ഇപ്പോൾ നമുക്കിതിന് ഈ പിസ്റ്റണിൽ 2 കമ്പഷൻ റിങ്ങും അതുപോലെ ഒരു ഓയിൽ റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ റിംഗ് ഒക്കെ കംപ്ലൈൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ റിങ്ങിനൊക്കെ തേയ്മാനം അല്ലെങ്കിൽ സിലിണ്ടർ ബോമിനൊക്കെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൂബ്രിക്കേഷന് വരുന്ന ഓയിൽ നമ്മുടെ ഇതിൻ്റെ മേലോട്ട്, പിസ്റ്ററിൻ്റെ മേലോട്ടുണ്ട്, ഈ ടോപ്പിലോട്ട് വന്ന് ഓയിൽ കയറും. അങ്ങനെ ഓയിൽ കയറി കഴിഞ്ഞാൽ ഡീസലും പെട്രോളും കത്തുന്നതിലൊന്നും ഓയിൽ കത്തിപ്പോകില്ല കേട്ടോ. അപ്പോൾ വണ്ടി നല്ല വെള്ളപ്പുകയിൽ പുക തള്ളിക്കൊണ്ടിരിക്കും. ഓയിൽ കത്തുന്നതിനാണ് വെള്ളപ്പുക വരുന്നത് കേട്ടോ. നല്ല പ്യുവർ വൈറ്റിൽ വെള്ള കളറിൽ പുക വരും, ഒരു നീല ഷെയ്ഡുള്ള ഒരു പുക വരും കേട്ടോ. അതിനെയാണ് ഈ ഓയിൽ ഒരു കത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ കത്തുന്നതിന് കാരണം മെയിനായിട്ട് തേയ്മാനം വന്നിട്ട് ഓയിൽ നേരെ സിലിണ്ടറിൻ്റെ മേളിലോട്ട് കയറുന്നതുകൊണ്ടാണ് ഓയിൽ കത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ കമ്പഷൻ ലീക്കായും പോകും. അപ്പോൾ നമ്മുടെ ഈ മേളിൽ നടക്കുന്ന കമ്പഷൻ, ഈ കമ്പഷൻ റിങ്ങാണ് നമ്മുടെ ഈ കമ്പഷനെ താഴോട്ട് കൊണ്ടുവരിക. അതിൻ്റെ മേളിൽ നടക്കുന്ന സ്ഫോടനത്തിൻ്റെ പ്രഷർ മേളിൽ താങ്ങി നിർത്തുന്നത് ഈ മെയിനായിട്ട് ഈ റിങ്ങ് ആണ്. അപ്പോൾ ഇതിന് ചെറിയ ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഇതുവഴി നേരെ കമ്പഷൻ താഴോട്ട് എഞ്ചിനകത്തോട്ട് ലീക്കായി പോകും. അപ്പോൾ അതാണ് നമ്മൾ ഓയിൽ സ്റ്റിക്കൊക്കെ പൊക്കി നോക്കുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഡീകമ്പഷൻ വരാറില്ലേ, അല്ലെങ്കിൽ ക്യാപ്പൊക്കെ തുറക്കുമ്പോൾ ഡീകമ്പഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല രീതിക്ക് പുകയിൽ ഡീകമ്പഷൻ അടിക്കുന്നത് ഈ റിങ്സോ അല്ലെങ്കിൽ സിലിണ്ടർ ബോയിന് തേയ്മാനൊക്കെ വന്നിട്ടാണ്. അങ്ങനെ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പോയി നോക്കുക, ഡിപ്സ്റ്റിക്ക് പൊക്കി നോക്കുക, ഓയിലിൻ്റെ ക്യാപ്പ് പൊക്കി നോക്കുക, അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ അതുവഴി പുക വരുന്നതിൻ്റെ കാരണം ഈ ബോറിന് തേയ്മാനം വന്നിട്ട്, അതായത് നമ്മുടെ ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ബോറിന് തേയ്മാനം വരികയോ അല്ലെങ്കിൽ റിങ്സിന് കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ ആ പ്രഷർ താഴോട്ട് പോകും, ആ നേരം എന്ത് ചെയ്യും, എഞ്ചിനകത്തൂടെ മേലോട്ട് പൊങ്ങി വരും. ഇതാണ് നമ്മുടെ ഈ ഡീകമ്പഷൻ അടിക്കാന്നൊക്കെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ കംപ്ലയിൻസ് മെയിനായിട്ട് വരുന്നത്. ഈ പിസ്റ്റൺ കംപ്ലയിൻറ്റ് വന്നാൽ ഇത്രയും കംപ്ലയിൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് വന്നാൽ നല്ല എമൗണ്ട് വരും ചെയ്ത് റിപ്പയർ ചെയ്ത് ശരിയെടുക്കാനൊക്കെ ഭയങ്കര കാശ് വരും. അപ്പോൾ ഇനി എഞ്ചിൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈറ്റ് സ്മോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വൈറ്റ് സ്മോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റനാണ് കേട്ടോ. ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ബോറും ഈ പിസ്റ്റനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ.